ചുരക്ക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചുരക്കയുടെ ഫാനായി മാറും. സാധാരണ ആർക്കും അധികം കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ചുരക്ക. പക്ഷേ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കി എന്തായാലും കഴിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലുള്ളവർ ഇത് അധികം ഉപയോഗിക്കാത്തൊരു സാധനമാണ്. ഞാനിതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് കാണിച്ചു തരാം. വലിയൊരു ലോക്കിയായിരുന്നു ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നത്. അതിൻ്റെ ഒരു കഷ്ണം ഞാൻ കറി വെക്കാൻ എടുത്തു. ഇതിൽ നിന്ന് ഇനി ചെറിയൊരു കഷ്ണം എടുക്കുന്നുള്ളൂ, ഇത്രയും മതി. ഇതിന് വലിപ്പം ഉണ്ടെങ്കിലും പിഞ്ചായിരുന്നത് കേട്ടോ, ഇതിൻ്റെ കുരു ഒന്നും മൂത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞെടുക്കാം. കേരളത്തിന് പുറത്തേക്ക് ഈ ചുരക്കായ്ക്ക് ലോക്കി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന വെജിറ്റബിളാണിത്. ഇതിൻ്റെ കുരു മൂക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ കുരു കളയുന്നില്ല, കുരു ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. തൊലി കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് യാതൊരു ടേസ്റ്റും ഇല്ലാത്തൊരു വെജിറ്റബിളാണിത്. നമ്മൾ കറി വെക്കുന്ന അനുസരിച്ചിരിക്കും അതിൻ്റെ ടേസ്റ്റ്, അതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. ഞാനിത് സാമ്പാറിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ. ലോക്കിക്കകത്ത് ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ഒന്ന് വേഗം മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ 3ാമത്തെ വിസിൽ വന്നു. 3ാമത്തെ വിസിൽ വന്നു കഴിയുമ്പോൾ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. ആ സമയത്ത് ഞാൻ കുറച്ച് വെളുത്തുള്ളി, സവോള, തക്കാളി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ ആവിയൊക്കെ പോയപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് വയ്ക്കുന്നുണ്ട്. ഇത് ഇച്ചിരി കൂടി ഒന്നിരുന്ന് തണുക്കണം. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അതൊന്ന് തണുക്കുന്ന നേരം കൊണ്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. കുറച്ച് ജീരകവും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ നടുവേ കീറി വെച്ചിരിക്കുന്നതാണ്. ലോക്കി കറി വെക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കും അധികം നമ്മുടെ നാട്ടിൽ ആരും ഇതുണ്ടാക്കി കാണാറില്ല. കൂടുതൽ ഇത് വെച്ച് തോരനൊക്കെയാണ് ആൾക്കാർ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ചിലരിത് സാമ്പാറിനകത്തൊക്കെ ഇടാറുണ്ട്. ഇത് പല രീതിയിലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കറി വെക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെയുള്ള കറികൾ ഉണ്ടാക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു ശകലം കായം കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കായം ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 4 ചുള വെളുത്തുള്ളിയുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും ഞാൻ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവോള ചെറുതായിട്ടൊന്ന് വഴറ്റണേ, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, ഒരുപാട് ബ്രൗൺ ആക്കണ്ട. ഇതിനകത്ത് സവോള ഒന്ന് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണേ, ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ. സവോള ഒന്ന് വഴണ്ടി വരുന്ന നേരം കൊണ്ട് നമുക്ക് ലോക്കി അരച്ചെടുക്കാം. ലോക്കി ഇപ്പോൾ തണുത്താണ് ഇരിക്കുന്നത്. ഈ മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. അതും കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. ലോക്കി വേവിച്ച വെള്ളം കളയേണ്ട കാര്യമില്ല, അതും കൂടെ ചേർത്ത് അരയ്ക്കാം. തൈരിന് ഒരുപാട് പുളി ഉണ്ടെങ്കിൽ അല്പം പാലും കൂടെ, 2-3 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒന്ന് ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. സവോള ഇപ്പോൾ അത്യാവശ്യം വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, വലിയൊരു തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളി എടുത്തേക്കുന്നത്, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ലോക്കിയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഉപ്പിടാവുള്ളൂ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റാം. ചുരക്ക നിങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടോ, കറി വെക്കാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ചുരക്ക വെച്ചിട്ടുള്ള റെസിപ്പികൾ ഇനിയും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഈ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിലിട്ട് വേണേ ഇത് ചേർക്കാനായിട്ട്. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു തിള വരുന്നിടം വരെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണേ. തീ കൂട്ടിയിട്ട് പെട്ടെന്ന് തിളപ്പിക്കാൻ നോക്കരുത്. തൈര് ചേർത്തിരിക്കുന്ന കാരണം ചിലപ്പോൾ പിരിഞ്ഞു പോകും. ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്ന തക്കാളി വെന്തുടയണം നിർബന്ധമില്ല കേട്ടോ. അതൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു ടേസ്റ്റാണ്. കറി നമ്മുടെ കുത്തിരി ചോറിൻ്റെ കൂടെയോ വെള്ളച്ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിലൊരു തള വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒന്ന് താളിച്ചും കൂടി ഒഴിക്കണം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ അല്പം നെയ്ക്കകത്താണ് ഞാൻ താളിച്ചിടുന്നത്, അതാണ് ടേസ്റ്റ്. ഇനി നെയ്യില്ലാത്തൊരു എണ്ണ ഒഴിച്ചാലും മതി. ഇപ്പം നെയ്യ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി അരിഞ്ഞാണ് ചേർക്കുന്നത്. ഉള്ളിയൊന്നും ചേർക്കണ്ട, വെളുത്തുള്ളി തന്നെ അരിഞ്ഞ് ചേർക്കണം. കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചേർക്കാം. ഇതിൻ്റെ കൂടെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ അല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചൊഴിച്ചതിന് ശേഷം ഒരു കൈ നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ല എങ്കിൽ കറിവേപ്പില ചേർത്താലും മതിയെ. മല്ലിയില ഇടുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. കായത്തിൻ്റെ ഉലുവയുടെയൊക്കെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർ നമ്മൾ താളിച്ചൊഴിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ നല്ല കായത്തിൻ്റെ ടേസ്റ്റ് തോന്നുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന നല്ല പൊടിയാണ്, നല്ല മണവും രുചിയൊക്കെയുള്ള പൊടിയാണ്. ഇത് നല്ല ചൂട് ചോറിനകത്തേക്ക് ഒഴിച്ചിട്ട് കഴിച്ചാലുണ്ടല്ലോ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. എന്ത് ടേസ്റ്റാണെന്നറിയോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം, അത്ര ടേസ്റ്റാണ്. ഇനി ചുരക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഒരു ഹൈപ്പ് തരാൻ മറക്കല്ലേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്